ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് സൂര്യകുമാറുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം മുംബൈയുടെ ക്യാപ്റ്റൻസി സൂര്യ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് പാണ്ഡ്യ കയറി വന്നത്. ഇനി ക്യാപ്റ്റൻസി ആർക്കും തന്നെ കിട്ടില്ല. പാണ്ഡ്യ വന്നതിൽ സൂര്യ നിരാശനാണ്. താരത്തിന്റെ സ്റ്റോറി അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യയും മുംബൈ മാനേജ്മെന്റും തമ്മിൽ തർക്കമാണ്. പാണ്ഡ്യ വന്നപ്പോൾ മുംബൈ ടീമിൽ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. സൂര്യകുമാർ മുംബൈ വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സൂര്യകുമാർ ഒരു IPL ടീമിന്റെ ക്യാപ്റ്റൻസി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ സൂര്യ രാജസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്. ഈ വർഷം ഇനി സൂര്യക്ക് മാറാൻ സാധിക്കില്ല. അടുത്ത വർഷമായിരിക്കും സൂര്യ മുംബൈ ടീം വിടുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSKയുടെ എല്ലാം അത് ധോണിയാണ്. ധോണി CSK ടീമിലുണ്ടെങ്കിൽ അതൊരു കരുത്താണ്. നാളെയാണ് IPL ഓപ്ഷൻ. ഇപ്പോഴത്തെ CSK സർപ്രൈസുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നാളത്തെ IPL ലേലത്തിൽ ധോണിയും പങ്കെടുക്കുന്നുണ്ട്. ധോണി ലേലത്തിലെത്തിയാൽ അത് CSKക്ക് ഗുണകരമാണ്. കാരണം ധോണി അഗ്രഗണ്യനാണ്. ധോണിയുടെ അത്രയ്ക്കും തന്ത്രങ്ങൾ ആർക്കും തന്നെ ഇല്ല. ലേലത്തിൽ ആരെ വിളിക്കണമെന്നത് ധോണിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് CSK നാളത്തെ ലേലത്തിൽ ധോണിയെ പങ്കെടുപ്പിക്കുന്നത്. നാളെ ധോണി ലേലത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് പുറത്താക്കി. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ചോദിച്ചു വാങ്ങിയതാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായതിൽ രോഹിത് ശർമ്മയ്ക്ക് അത്ര ഇഷ്ടമില്ല. കാരണം രോഹിത് ശർമ്മയോട് ചോദിക്കാതെയാണ് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതെന്നാണ് റിപ്പോർട്ട്. രോഹിത്തിനെയും ഒരുപാട് കാലം മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ആഗ്രഹിച്ചിരുന്നു. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീമിൽ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രോഹിത്തിന് വേണ്ടി RCB രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിത്തിനെ RCBയുടെ ക്യാപ്റ്റനാക്കാൻ അവർ ഒരുക്കമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിത് മൂടിയാൽ അടുത്ത വർഷം RCBയുടെ ക്യാപ്റ്റൻ അത് രോഹിത് ശർമ്മയായിരിക്കും. രോഹിത്തും കോഹ്ലിയും ഒന്നിച്ചാൽ പിന്നെ RCBയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. IPL തന്നെ ഏറ്റവും മികച്ചൊരു ടീം RCB ആയി മാറും. രോഹിത് ശർമ്മ അടുത്ത വർഷം മുംബൈ ടീം വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.